ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, 2 ടൈപ്പ് ക്രോമസോംസ് ആണുള്ളത്, സൊമാറ്റിക് ആൻഡ് സെക്സ് ക്രോമസോംസ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു വർക്കാണ് നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. ഇതൊരു ഫീമെയിലാണ്, കാരണം എന്താണ്, ഇവിടെ XX ആണ് വന്നിട്ടുള്ളത്, അപ്പോൾ ഇതൊരു ഫീമെയിലാണ്. ഇവിടെ XY ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇതൊരു മെയിലാണ്. അപ്പോൾ ഇതൊന്ന് ഫില്ല് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് എത്രയാണ്, അപ്പോൾ എത്രയായിരിക്കും, ഏത് ഇപ്പോൾ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും 46 പെയറാണ് 46 ആണ് വരിക, പെയറല്ല, അല്ലെങ്കിൽ 23 പെയർ, 46 തന്നെയാണ് വരുന്നത്. പിന്നെ നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോം എത്രയാണ്, ഇതിലും 44 ആണ്, ഇതിലും 44 ആണ്, 2 ആണ്, 2 ആണ്. ഇതാണ് പറയുന്നത്. ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, 44 പ്ലസ് XX 44 പ്ലസ് XY. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് നോക്കാം. അതായത് നമ്മൾ നേരത്തെ പഠിച്ച 44 പ്ലസ് XX എന്നുള്ള ഫീമെയിൽ, 44 പ്ലസ് XY എന്ന് പറയുന്ന മെയിൽ, ഇവരാണ് നമ്മൾ നോർമലായിട്ടുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അതല്ലാത്ത തന്നെ ഹ്യൂമണിനകത്ത് ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ജെൻഡർ ഡിറ്റർമിനേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കിപ്പോൾ സെക്സ് എന്ന് പറഞ്ഞ കാര്യത്തിൽ എഴുതാൻ പറയുമ്പോൾ മെയിലും ഫീമെയിലും ട്രാൻസ്ജെൻഡറായിട്ടും അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഇപ്പോൾ നമ്മുടെ സെക്സ് എഴുതാൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ജെൻഡർ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഇത് കണ്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ വരാൻ പോകുന്ന 4 വേരിയേഷൻ എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ് വൺ 44 പ്ലസ്, അതായത് സൊമാറ്റിക് സെൽസ് ഒക്കെ ഓക്കെയാണ്, ഒരു X ക്രോമസോമാണ്, വേറെ ഒന്നിൽ വേക്കൻ്റ് ആണ്. ഓൺലി 1 X ക്രോമസോം, അതായത് ഇവിടെ എന്തൊക്കെ വരാം, ഇവിടെ ഒന്നുകിൽ X വരാം, ഇവിടെ Y വരാം, പക്ഷേ ഇത് രണ്ടും വന്നില്ല, ഒരു X ക്രോമസോം മാത്രമാണ് വന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുന്ന അസുഖം, ആ അവസ്ഥയെ പറയാം, അസുഖമല്ല, ആ അവസ്ഥയെ പറയുന്ന പേരാണ് ടർണർ സിൻഡ്രോം എന്ന് പറയുന്നത്. ഒരു X ക്രോമസോം മാത്രം വരുന്ന ഫീമെയിൽസിന് വരുന്ന അസുഖമാണ് ടർണർ സിൻഡ്രോം എന്ന് പറയുന്നത്. അടുത്തൊരു സിറ്റുവേഷനാണ് 44 പ്ലസ് XX. ഇത്രയാണ് നോർമലി വരേണ്ടത്, അതിൻ്റെ കൂടെ ഒരു എക്സും കൂടെ വന്നു. ഇതും എന്താണ്, ഓൾറെഡി ഇത് ഫീമെയിൽ ആണല്ലോ, ഇതും ഫീമെയിലിന് വരുന്ന ഒരു അവസ്ഥ തന്നെയാണ്. 3X ക്രോമസോംസ് ഉണ്ടായിരിക്കും. XXX സിൻഡ്രോം എന്നാണ് അതിന് പറയുക. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, XXX സിൻഡ്രോം. ഇനി നമുക്ക് മെയിലിന് വരുന്ന ഒരു അസുഖത്തെ പറ്റി, മെയിലിന് വരുന്ന ഒരു അവസ്ഥയെ പറ്റി നോക്കാം. 44 പ്ലസ് Xും വന്നു, അതായത് ഇതൊരു ഫീമെയിൽ ആയിരുന്നു, അതിൻ്റെ കൂടെ Y, അതായത് അവർക്ക് X ക്രോമസോം അധികം വന്നു. അപ്പോൾ അവരുടെ അവസ്ഥ എന്തായി, 2X ക്രോമസോംസ് ആൻഡ് 1 Y ക്രോമസോം. ഇതും മെയിലിനാണ് വരുന്നത്. അതിനെ പറയുന്ന പേരാണ് ക്ലിൻഫെൽട്ടർ സിൻഡ്രോം. എന്താണ്, ക്ലിൻഫെൽട്ടർ സിൻഡ്രോം എന്നാണ് ആ അവസ്ഥേനെ പറയുന്ന പേര്. ഇനി അടുത്തതാണ് 44 പ്ലസ് YXY, അതായത് XY എന്ന് പറഞ്ഞുള്ളൊരു നോർമൽ മെയിലിൻ്റെ അവസ്ഥയാണ്, അതിൻ്റെ കൂടെ ഒരു Y കൂടെ വരികയാണ്. Y കൂടെ വരുന്ന സമയത്ത് X ക്രോമസോം ഒരെണ്ണം ഉണ്ട്, 2 Y ക്രോമസോംസ് ഉണ്ട്. XXY സിൻഡ്രോം തന്നെയാണ്, XYY സിൻഡ്രോം തന്നെയാണ് അതിന് പറയാം. ഇത് XXX ആണ്, ഇത് XYY സിൻഡ്രോം, ഇത് ടർണർ സിൻഡ്രോം, ഇത് ക്ലിൻഫെൽട്ടർ സിൻഡ്രോം, ഇത് XXX സിൻഡ്രോം, ഇത് XYY സിൻഡ്രോം. ജെൻഡർ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഒരു ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ അത് വളരെ കോംപ്ലക്സും അതിന് വളരെയധികം വേരിയേഷൻസും വരാം. അതിന് എക്സാമ്പിളാണ്, ഒരു ഫീമെയിലിന് ടർണർ സിൻഡ്രോം ഉണ്ടെന്ന് വിചാരിക്കുക. ടർണർ സിൻഡ്രോം ഉണ്ടെങ്കിൽ ആ ഫീമെയിൽ എങ്ങനെയായിരിക്കും, 44 സൊമാറ്റിക് സെൽസും ഉണ്ടായിരിക്കും, 44 സൊമാറ്റിക് ക്രോമസോമും ഉണ്ടായിരിക്കും, ഒരു X ക്രോമസോം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഒരു ഫീമെയിൽ സെക്സ് ഓർഗന് ഉണ്ടായിരിക്കും. ഹൗവർ ദേ മെ നോട്ട് ഡെവലപ്പ് ഫീമെയിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, കാരണം ഓർഗൻസ് ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ക്യാരക്ടറിസ്റ്റിക്സ്, സ്ത്രീകളുടേതായിട്ടുള്ള സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും, അവർക്ക് അഡോളസൻസിൽ തന്നെ നിന്ന് പോയിരിക്കും, അവർക്ക് ഉണ്ടാവില്ല, അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവില്ല. അതേ അവസ്ഥയാണ്
ഇതിപ്പോൾ ടേർണർ സിൻഡ്രോം ഉള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു അവസ്ഥ തന്നെയാണ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം ഉള്ള ഒരു മെയിലും അനുഭവിക്കുന്നത്. ഇതൊരു ഫീമെയിലാണ് അനുഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്ലിൻഫെൽറ്റർ സിൻഡ്രോം ഉള്ള ഒരു മെയിൽ അവരുടെ അവസ്ഥ എന്താണ്? 44+XXY ആണ്. അതായത് അവർക്ക് എന്താണ്, അവർ മെയിലാണ്, അതിൻ്റെ കൂടെ ഒരു എക്സ് ആണ് കൂടുതൽ വരുന്നത്. അവർക്ക് എന്ത് ചെയ്യാം, മെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ടാവും, പക്ഷേ അവർക്ക് എന്ത് ചെയ്യും, ഫീമെയിൽ ക്യാരക്ടറും കൂടി ഉണ്ടാവും. കാരണം ഒരു എക്സ് ആണ് അവർക്ക് അവിടെ കൂടുതലുള്ളത്. ടർണർ സിൻഡ്രോം ഉള്ളവർക്ക് ഇവിടെ വേക്കൻ്റ് ആയതുകൊണ്ട് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ആബ്സെൻ്റ് ആണെങ്കിൽ, കുറവാണെങ്കിൽ, ക്ലിൻഫെൽറ്റർ സിൻഡ്രോം ഉള്ള ഒരു ആണിന്, ഒരു മെയിലിന് ഒരു എക്സ് ക്രോമസോം കൂടുതലാണ്. അപ്പോൾ കുറച്ചുകൂടി സ്ത്രീകളുടേതായിട്ടുള്ള ക്യാരക്ടേഴ്സ്, സ്ത്രൈണതയുള്ളൊരു ക്യാരക്ടർ അവർക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനോടകം തന്നെ എങ്ങനെയാണ് ഒരു എന്താ പറയുക, ക്രോമസോമിൻ്റെ സെറ്റപ്പ് ചെറിയ വ്യത്യാസം വരുമ്പോൾ തന്നെ ഓരോ ജീനിലും, ഓരോ ക്രോമസോമിലും, ഓരോ ക്രൊമാറ്റിഡിലും എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നത്, അത് നമ്മുടെ പുറത്തേക്ക് കാണിക്കുന്ന ക്യാരക്ടർ, നമ്മുടെ ജനറ്റിക് മേക്കപ്പിനെ, നമ്മുടെ സ്വഭാവത്തിനെ, നമ്മുടെ കാഴ്ചനെ, നമ്മൾ കാണുന്ന ബോഡീനെ, ഫിസിക്കൽ ബോഡീനെ, നമ്മളുടെ സെക്ഷൽ ക്യാരക്ടറിനെ ഒക്കെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതും നമ്മൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു.